യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ചവരിൽ 80% ഇന്ത്യയുടെ മുസ്ലിമീങ്ങളാണ് എന്ന് ഓർക്കുമ്പോഴാണ് ഇന്ത്യയുടെ മുസ്ലിമീങ്ങൾക്ക് എന്നും സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നതിന്റെ ആ ഒരു ആവശ്യകത വിളിച്ചോതുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്, വളരെയധികം ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ആവശ്യമാണ് ആ ഭരണഘടന ഇവിടെ നിലനിൽക്കേണ്ടത്. അത് ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കണം. ആ ഭരണഘടന ഉള്ള കാലത്തോളം ഇന്ത്യയുടെ മുസ്ലിമീങ്ങളോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ആരും ഭയപ്പെടേണ്ടതില്ല. വളരെയധികം സന്തോഷപ്രദമായി ജീവിക്കാൻ കഴിയും. പക്ഷേ ആ ഭരണഘടനയെങ്കാലും നഷ്ടപ്പെട്ടാൽ, അതെങ്കാലും ഇല്ലാണ്ടായി പോയാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങൾ എല്ലാവരും ഇന്ത്യയിൽ ജീവിക്കുന്നത് ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സാഹചര്യം. നമുക്കറിയാം, ഈ അടുത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാം ചെയ്യുന്ന വോട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നാം ചെയ്യുന്ന വോട്ട് എങ്ങോട്ടാ പോകുന്നത് ഇതൊന്നും അറിയാത്തൊരു സാഹചര്യമാണ്. ബാലറ്റ് പേപ്പർ നഷ്ടപ്പെട്ടത് മുതൽക്കാണ് ഇത് തുടക്കം കുറിച്ചത്. പക്ഷെ ഇന്ന് കേവലം ഒരു പ്രഹസനം മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ലോകത്ത് സ്വാതന്ത്ര്യം എന്നുള്ളത് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത് എന്നാണ്. ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ ഈ ഒരു അടിമത്വ സമ്പ്രദായം അഥവാ യഥാർത്ഥ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ രാജ്യം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കടന്നു വരുന്ന അവസരത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ഭരണാധികാരികളായിരുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആളുകളായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു. 1900 ഇടയിൽ 300ഓളം വർഷം ഇവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയും വീരമൃത്യു വരിക്കുകയും ചെയ്ത എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അവരെയെല്ലാം വിസ്മരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ലോകത്ത് സംജാതമായിട്ടുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ആവശ്യമായിരുന്നത് ഇന്ത്യ അന്ന് ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാർക്കായിരുന്നു. എന്തുകൊണ്ട്? അവരുടെ കയ്യിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഈ അധികാരത്തെ പിടിച്ചു പറിച്ചത്. അതുകൊണ്ട് ഇതിന്റെ ഒന്നാം നിരയിൽ ഉണ്ടായിരുന്നത് മുസ്ലിമീങ്ങളായിരുന്നു.